നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0, എവർട്ടൺ 1. അങ്ങനെ 5 കളികളുടെ തോൽവി അറിയാത്ത ജൈത്രയാത്ര അങ്ങനെ അത് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ടോപ്പ് 4ൻ്റെ അകത്ത് ഓർ ടൈഡ് അപ്പ് ടോപ്പ് 4 പൊസിഷൻ അലോങ് വിത്ത് ക്രിസ്റ്റൽ പാലസ്, അതിനുള്ള സാധ്യതയായിരുന്നു ഈ കളി ജയിച്ചിരുന്നെങ്കിൽ നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ആ കളി നമ്മൾ തോൽവി അറിഞ്ഞതല്ല, അത് നമ്മളെ തോൽപ്പിച്ചതാണ്. നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ ഫോർ അപ്ഡേറ്റ്സ് ഓൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വാറിയർ മെൻറ്റാലിറ്റി ആയിട്ട് ഒരു 10 പേര് കളിച്ച് ജയിച്ചു, അത് തന്നെയാണ് പറയേണ്ടത്. ആ ഒരു ഗെയിം വീക്കിൽ സിറ്റിയും ലിവർപൂളും ടോട്ടൻഹാം ഒക്കെ തോറ്റ ഒരു ഗെയിം വീക്കിൽ ഈ കളി ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഹയർ പൊസിഷനിലേക്ക് എത്തിപ്പെടാമായിരുന്നുള്ളൊരു ഗെയിമായിരുന്നു. പക്ഷേ തോറ്റു. പിന്നെ ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിസേർവ് ടു ലൂസ് ആൻഡ് എവർട്ടൺ ഡിസേർവ്ഡ് ദ വിൻ 100% തന്നെയാണ് ഈ എവർട്ടണിൻ്റെ വിൻ്റെ ഡിസേർവിങ് ആയിട്ടുള്ളത്. കാരണം 13ാമത്തെ മിനിറ്റിൽ ഇദ്രിസ ഗായ് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകുന്നത് വരെ എവർട്ടണിനായിരുന്നു കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്. അവർ ഫസ്റ്റ് അത്രയും സമയം വരെ അവർ അപ്പർ ഹാൻഡ് കീപ്പ് ചെയ്ത് കളി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ റെഡ് കാർഡ് വരുന്നത്. മൈക്കിൾ കീനെ സ്ലാപ്പ് ചെയ്യുന്നതും റെഡ് കാർഡ് ഏറ്റുവാങ്ങിയിട്ട് പുറത്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തോ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിരുന്നാൽ ഓക്കെ, കളി ഇനിയിപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കയ്യിലാണ്. കാരണം ഇത്രയും സമയമുണ്ട്, ഏകദേശം ഒരു 80 മിനിറ്റ്സ് വിത്ത് എക്സ്ട്രാ ടൈം കൂട്ടുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഇത് കിട്ടും. ഒരു 80 മിനിറ്റ്സ് കളി കിടപ്പുണ്ട്. ആൻഡ് ഇനി എത്ര ഗോളിനായിരിക്കും നമ്മൾ ജയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു കാര്യം. സോ എന്താ പറയുക, ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി അവസാനിക്കുമ്പോൾ 0-1 തോൽവി ഏറ്റുവാങ്ങുന്നത്. അപ്പം ഒരു 10 പേരായിട്ട് ചുരുങ്ങിയൊരു ടീം അങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ മനസാന്നിധ്യവും അവർക്ക് അത് വേണം എന്നുള്ള ഒരു വിൽ പവറിൻ്റെയും കളി തന്നെയായിരുന്നു ഇന്നലെ കണ്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ വളരെ മോശമായിട്ടുള്ളൊരു കളിയാണ് കാഴ്ചവെച്ചത്. ഒരു 10 vs 11 അഡ്വാൻറ്റേജ് എടുത്തിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒട്ടും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ കളി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ കൂടുതലും എന്താ പറയുക, നമ്മുടെ കയ്യിൽ ബോൾ പൊസിഷൻ ഉറപ്പായിട്ടും കാണും. പക്ഷേ ഈ 10 man അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ 1 man അഡ്വാൻറ്റേജ് കളിക്കുമ്പോൾ നമ്മൾ കളിക്കേണ്ട ഒരു രീതിയുണ്ട്. അന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി പേസി, ഫാസ്റ്റായിട്ടുള്ള ഗെയിം കളിക്കണം. കാരണം എന്നാലേ നമുക്ക് അവരുടെ ഒരു പ്ലെയറിൻ്റെ കുറവ് നമുക്ക് നികത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ 10-11 ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പതുക്കെ തട്ടി കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദേ വിൽ ഗെറ്റ് ടൈം. ആ ഒരു പ്ലെയറിന് അല്ലെങ്കിൽ അവരുടെ പ്ലെയേഴ്സിന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടും. പക്ഷേ അതിന് പകരം ഫാസ്റ്റായിട്ടാണ് കളിക്കുന്നെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് അങ്ങനെ ഫാസ്റ്റ് ഗെയിം കളിക്കുമ്പം ആ ഒരാളുടെ കുറവ് ആ സമയത്താണ് നല്ല രീതിയിൽ പ്രകടമാകുന്നത്. പക്ഷേ അത് നമ്മളത് കൊണ്ടുവന്നില്ല. സോ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അല്ലെങ്കിൽ അമർമിൻ്റെ അണ്ടറിൽ ഏറ്റവും വേഴ്സ്റ്റ് ഗെയിം ആയിരിക്കാം ഇത്. ഇപ്പോൾ 10-11 ആൾക്കാരുടെ ആ ഒരു ഇത് വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ടീമിൽ കളിച്ചിട്ടുള്ള എല്ലാ പ്ലെയേഴ്സിനും ഇതൊരു മോശം ഗെയിമായിരുന്നു. അത് ഒരു പ്ലെയറിനെ പോലും നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഈ പ്ലെയർ നല്ലോണം കളിച്ചു അല്ലെങ്കിൽ ആ പ്ലെയർ നല്ലോണം കളിച്ചു, അതല്ല. കളിച്ച 11 പേരും പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള വന്ന ആൾക്കാർ ഉൾപ്പെടെ കോബി മെയിനും മൗണ്ടും ഒക്കെ വന്നതിൻ്റെ അകത്ത് എല്ലാവരും മോശമായിട്ടുള്ളൊരു കളിയാണ് കാഴ്ചവെച്ചത്. സോ എനിക്ക് തോന്നുന്നത് അമർമിൻ്റെ അണ്ടറിലെ ഏറ്റവും വേഴ്സ്റ്റ് ഗെയിം ഇത് തന്നെ ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഡ്യൂസ്ബറി ഹാള് ഗോള് സ്കോർ ചെയ്തിട്ട് അവർ പിന്നെ അതിനുശേഷം അവർക്ക് ഈ വിജയം വേണം എന്നുള്ള ലെവലിൽ തന്നെയാണ് കളിച്ചത്. കാരണം എന്താ പറയുക, നമ്മുടെ കയ്യിൽ ബോൾ ഉണ്ടായിരുന്ന സമയത്ത് അവരൊരു വാറിയർ സ്പിരിറ്റിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിയെടുക്കാനായിട്ടുള്ള രീതിയിലുള്ള പ്രസ്സിങ് ഗെയിമും
എല്ലാം മൊത്തത്തിൽ അവർ ആ ഒരു രീതിയിലുള്ള ഗെയിം കാഴ്ചവെക്കും. നമ്മളെ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് അവർ കളി മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പൊതുവെയുള്ള സ്വഭാവം നോക്കിക്കഴിഞ്ഞിരുന്നാൽ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അത് ഇപ്പം മറ്റുള്ള ടീമുകളുടെ രീതിയിലുള്ള നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല, ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മാത്രമായിട്ടുള്ള ഇതിലാണ് നോക്കുന്നത്. വളരെ എത്രയോ നാളുകളായിട്ട് സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ട് പെൻട്രേറ്റിംഗ് പാസ് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇൻ ഗെയിം മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്വീക്ക് ചെയ്യാനായിട്ട് പണ്ട് മുതലേ നമുക്ക് സാധിക്കാത്ത ഒരു സംഭവമാണ് ഇത്. അപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഒരു ഇഷ്യൂ മെയിൻലി പ്ലെയേഴ്സിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു തോൽവി ഇടുന്നത്. അമറുബിൻ്റെ ഭാഗത്തും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഈ തോൽവി മെയിനായിട്ടും പ്ലെയേഴ്സിൻ്റെ ഇതാണ്. ഇപ്പം 10 പേരൊരു ടീമിൽ 11 പേരൊരു ടീമിൽ കളിക്കുമ്പോൾ ഈ 10 പേര് ഈ 11 പേർക്കെതിരെ ഔട്ട് റൺ ചെയ്യുന്നു, അവരെക്കാട്ടി കൂടുതൽ ഫൈറ്റ് കാണിക്കുന്നു, അവരെക്കാട്ടി കൂടുതൽ എന്താ പറയുക സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്ന പ്ലെയേഴ്സിൻ്റെ തോൽവിയാണ്, അല്ലാതെ പുറത്തിരിക്കുന്ന കോച്ചിൻ്റെ ഇഷ്യൂ അല്ല അത്. കാരണം ആ ഇത് കളി ജയിക്കണം എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ കളിക്കുന്ന ഒരു കൂട്ടം പ്ലെയേഴ്സാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ ആ സമയത്ത് എവർട്ടൺ എന്ന് പറഞ്ഞാൽ ഗോൾ അടിച്ചതിന് ശേഷം അവർക്ക് അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു ഗോൾ സ്കോർ ചെയ്യും എന്നുള്ള ഒരു ഇതുമില്ലായിരുന്നു. പൊക്കി, അതായത് ക്രോസ് ഇട്ട് കൊടുക്കുമ്പോൾ സെർക്സിയുടെ 1-2 ഹെഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു. ഫസ്റ്റ് ഹെഡർ അടിപൊളിയായിരുന്നു, പക്ഷേ പിക്ഫോർഡ് അത് സേവ് ചെയ്യുന്നു. സെക്കൻഡ് ഹെഡറൊക്കെ ആണെങ്കിലും വീക്ക് ഹെഡർ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഗോൾ കീപ്പറിനെ പ്ലേയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നെ ബ്രൂണോയുടെ 1-2 ഷോട്ടുകൾ കണ്ടു, അത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. പ്ലെയേഴ്സിൻ്റെ ഒരുവിധപ്പെട്ടുള്ള എല്ലാ പ്ലെയേഴ്സും വളരെ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെ നമ്മുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വി വേ മേക്കിംഗ് ദ ഗെയിം പ്രഡിക്റ്റബിൾ ഫോർ എവർട്ടൺ. ബോൾ കിട്ടുന്നു, ഒരു സൈഡ് അപ്പുറത്തെ സൈഡ്, 2 സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് പ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ഗെയിമായി. എവർട്ടൺ അത് മനസ്സിലായി, ഇവരുടെ ഗെയിമിൻ്റെ രീതി മനസ്സിലായിട്ട് അവർ ബാക്ക് ഡിഫെൻസ് സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അവർക്ക് 1 മാൻ ഡൗൺ ആയതിനു ശേഷം ഡിഫെൻസ് സ്ട്രോങ് ആക്കിക്കൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ എന്തുവാ, നമുക്ക് ബോൾ കിട്ടുന്നു, ഇവിടുന്ന് അമാദിന് പോകുന്നു, അമാദ് എംബൂമയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നു, പിന്നെ ഇപ്പുറത്ത് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ ഷോയും ബ്രൂണോ ഇവരുടെ കയ്യിൽ ബോൾ കിടക്കുന്നു. അത് 2 സൈഡിലോട്ടായിട്ടാണ് മാത്രം കളി നടന്നുകൊണ്ടിരിക്കുന്നത്. നടുക്കോട്ടുള്ള ഒരു ഗെയിം ഇന്നലെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. സോ വി മെയ്ഡ് ദ ഗെയിം വെരി പ്രഡിക്റ്റബിൾ. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത എമർമെൻ്റെ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 10 പേർക്കെതിരെ കളിക്കുന്നത്. അപ്പം എമർമെൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ബാക്ക് 3. അപ്പോൾ ഈ 10 പേരുടെ കൂടെ കളിക്കുമ്പോഴും എന്തിനാണ് ഈ ബാക്ക് 3 വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരു കോച്ചിൻ്റെ കഴിവുകേടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു മാൻ ഡൗൺ ആകുമ്പോൾ പോലും നമ്മൾ അറ്റാക്കിങ്ങിലേക്കാണ് പോകേണ്ടത്. ഒരു ഡിഫൻഡറിനെ കുറച്ചിട്ട് അഡീഷണൽ ഒരു പ്ലെയറിനെയും കൂടെ മിഡിലേക്ക് ഇടുക, അല്ലെങ്കിൽ ഫോർവേഡിലേക്ക് ഇടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് പകരം വീണ്ടും 3 ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടാണ് കളിപ്പിക്കുന്നത്. പിന്നെ 2 വിങ് ബാക്കും ആകുമ്പോൾ മൊത്തത്തിൽ 5 പേര്. എന്തിനാണ് അങ്ങനെ 5 പേരുടെ ഒരു ഡിഫൻസ് ഈ 10 പേർക്കെതിരെ കളിക്കുമ്പോൾ? നോ ഐഡിയ. സോ അതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ളൊരു ടാക്ടിക്സ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട്, അതായത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലെയേഴ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ബെഞ്ച്. ലൈക്ക് ഐ ഡു നോട്ട് നോ, നമുക്കൊരു ടൈറ്റിൽ ചാലഞ്ചിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇനി എത്ര വർഷം അല്ലെങ്കിൽ എത്ര ട്രാൻസ്ഫർ വിൻഡോസ് നമുക്ക് വേണ്ടി വരും എന്നുള്ളത് ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആർസനെ പോലുള്ള ഒരു ടീം എന്ന് പറഞ്ഞാൽ, സിറ്റി ഇതേപോലത്തെ ടീം എന്ന് പറഞ്ഞാൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ പോലെ തന്നെയാണ് അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തും. നമുക്ക് ഇന്നലെ നോക്കിയപ്പം ഇറക്കാനായിട്ട് പ്രോപ്പറായിട്ട് ബെഞ്ച് ഇറക്കാനായിട്ടുള്ള പ്ലെയേഴ്സ് പോലും നമ്മുടെ ബെഞ്ചിലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയും അത് മോശമാകാൻ പോകുന്നുള്ളൂ. കാരണം വെച്ചാൽ എംബൂമ പോകുന്നു, അമാദ് ദിയാലോയും മസറാവിയും എല്ലാവരും ആഫ്കോണ് പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു വരുമ്പം ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നും വീണ്ടും താഴോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. സോ ഇന്നലത്തെ ഗെയിം മൊത്തത്തിൽ എന്താ പറയുക, നമ്മൾ ഇത്രയും നാളത്തെ ഒരു പ്രതീക്ഷയായിരുന്നു ടീം ഫോർവേഡിൽ പോകുന്നു എന്നുള്ള ഇതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഇന്നലത്തെ ഗെയിമും സമനില പിടിച്ചിരുന്നെങ്കിൽ കുറേ ആൾക്കാർ വീണ്ടും വന്ന് പറഞ്ഞാണ്, കഴിഞ്ഞ സീസണിൽ നമ്മൾ ഈ കളി തോക്കേണ്ട കളിയായിരുന്നു,
അതുകൊണ്ട് വീണ്ടും സമനില പിടിച്ചു, കണ്ടില്ലേ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കണ്ടില്ലേ എന്നുള്ള ഒരു സംഭവമായിട്ട് പല ആൾക്കാരും വന്നേനെ. പക്ഷേ ഈ കളി തോറ്റത് ഒരു ഷോക്ക് തന്നെയാണ്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്ലെയേഴ്സിന് ഒരു പ്രീമിയർ ലീഗ് ജയിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ആരുമല്ല. ഇവർക്ക് ആർക്കും ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇതുവരയ്ക്കും. സോ എന്താ പറയുക, ഒരു 8 to 10th പൊസിഷനിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലുള്ള പ്ലെയേഴ്സ് മാത്രമേ നമ്മുടെ ടീമിലേക്കുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇനി ഉള്ള ട്രാൻസ്ഫർ വിൻഡോ ഒരു 5-6 ട്രാൻസ്ഫർ വിൻഡോ എങ്കിലും വരും. നമുക്കൊരു ഫുൾ സ്ട്രെങ്ത് 5-6 ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2-3 സീസണും കൂടെ എടുക്കും നമ്മളൊരു ടോപ്പ് ലെവലിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ. കാരണം ഉറപ്പായിട്ടും ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല, പിന്നെ നമ്മുടെ അക്കാഡമിയിൽ നിന്നുള്ള പിള്ളേരെ അവരെ വെച്ചിട്ട് പരീക്ഷിക്കുന്ന ഒരു രീതി എംപവർമെൻറ്റില്ല. അപ്പം മൊത്തത്തിൽ നമുക്ക് പ്ലെയേഴ്സിന് ഇനി വേണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അങ്ങനെ വരണമെങ്കിൽ വി ഡെഫിനറ്റ്ലി നീഡ് മോർ ട്രാൻസ്ഫർ വിൻഡോസ്. സോ ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ഇനിയും മുമ്പോട്ട് പോകണമെങ്കിൽ ഒത്തിരി അധികം കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. വൺ ഓഫ് ദ മെയിൻ തിങ്സ് പറഞ്ഞാൽ മെൻറ്റാലിറ്റിയിലാണ് ഏറ്റവും വലിയ ഇഷ്യൂ നമുക്കിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ 2 ഗെയിമിലും പുറകിൽ നിന്ന് വന്നിട്ട് നമ്മൾ സമനില പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ ഗെയിമിൽ 10 പേരിൽ ചുരുങ്ങിയ ടീമിനെതിരെ നമുക്ക് ഗോൾ അടിക്കാൻ പോലും പറ്റിയിട്ടില്ല, ഒരു ഗോൾ പോലും അടിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ എന്താ പറയുക നാണക്കേട് തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇത്രയും ഗതികേടിലാണ് നമ്മളെല്ലാവരും ആയിട്ടുള്ളത്. കാരണം നമ്മുടെ ടീമിൽ ഒരു പ്രതീക്ഷ, ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടി അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ലെവലിൽ നിന്നൊരു ടീം വീണ്ടും താഴോട്ട് പോയിട്ടുള്ള ഒരവസ്ഥ. പിന്നെ നമുക്കൊരു ഇനി അങ്ങോട്ടേക്കുള്ള കുറേ ഗെയിംസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഗെയിംസാണ് നമുക്ക് ഉള്ളത്. അപ്പം ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു സ്ട്രെച്ച് ഓഫ് ഗെയിംസിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഗെയിം തന്നെ തോറ്റു. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ കളി ജയിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം ഓക്കെ ബാക്കിയുള്ള ഗെയിംസിന് അതൊരു ഊർജ്ജമാകും എന്നുള്ള ഇതാണ്. അപ്പോൾ മേ ബി ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിംസിനെ ഫ്യൂവൽ ചെയ്യട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഗെയിമിൻ്റെ പെർഫോമൻസോ ആൾക്കാരുടെ പ്ലെയേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് കണ്ടിട്ട് എന്താ പറയുക ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ ഉയർത്തെണീറ്റ് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല. കാരണം എനിക്കറിയത്തില്ല പ്ലെയേഴ്സിനൊന്നും എന്താ പറയുക അത് ടാക്ടിക്സിൻ്റെ കുഴപ്പമാണോ അതോ അവർക്കത് പറ്റാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. അവർക്ക് ഇൻകോമ്പീറ്റൻ്റ് ആണ്, ഇത്രയേ പറ്റത്തുള്ളൂ എന്നൊരു ലെവലിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക, പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ ഫോർ അപ്ഡേറ്റ്സ് ഓൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.